നമസ്കാരം. പെൻഡ ഡെയിലി മാർക്കറ്റ് സമ്മറി റിപ്പോർട്ടിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസത്തെ പോസിറ്റിവിറ്റി മാർക്കറ്റിനെ നിലനിർത്താനായില്ല. ഇന്ന് നിഫ്റ്റി 73 പോയിന്റ് മൈനസിൽ 24,650 ലെവലിലാണ് ക്ലോസ് ചെയ്തത്. അതുപോലെ സെൻസെക്സിന് നഷ്ടമായത് 300ഓളം പോയിന്റാണ്. 80,710ലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഓട്ടോ കൺസ്യൂമർ ഡ്യൂറബിൾ മാത്രമാണ് പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചത്. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ്, ഫാർമ, FMCG, IT, മീഡിയ, എനർജി, എല്ലാം ബാങ്കിങ് അടക്കം എല്ലാം മൈനസിലാണ് ക്ലോസ് ചെയ്തത്. ഏതാണ്ട് നിഫ്റ്റി മിഡ് ക്യാപ്പ് 0.7%, സ്മോൾ ക്യാപ്പ് 0.3% മൈനസ് ആയിട്ടാണ് ഇന്ന് ക്ലോസ് ചെയ്തത്. ഇതിന് പ്രധാനപ്പെട്ട റീസൺ ട്രംപിന്റെ ഭാഗത്ത് നിന്ന് വീണ്ടും ഒരു ഭീഷണി, റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുന്ന കമ്പനികൾക്ക് വീണ്ടും താരിഫ് ഏർപ്പെടുത്തുന്നു എന്ന തരത്തിലുള്ള ഒരു ഭീഷണി വീണ്ടും വന്നു. ഇത് കുറച്ചു മുമ്പ് യൂറോപ്യൻ യൂണിയനും ഇതുപോലെ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുന്നതിനെതിരെ ഇതുപോലെ ഭീഷണി മുഴക്കിയിരുന്നു. അപ്പോൾ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഇതിന് കൃത്യമായ ഒരു മറുപടി, കണക്ക് നിരത്തിയുള്ള ഒരു മറുപടി നൽകി. റഷ്യ എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ അമേരിക്കയ്ക്കും യൂറോപ്യൻ യൂണിയനും അവര് റഷ്യയുമായി നടത്തുന്ന വ്യാപാര ഡീലുകളുടെ കണക്ക് കാണിച്ചുകൊണ്ടുള്ള ഒരു മറുപടി ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. ഒരുപക്ഷെ ഇന്ത്യയെക്കാൾ കൂടുതൽ വ്യാപാരം യൂറോപ്യൻ യൂണിയൻ റഷ്യയുമായിട്ട് നടത്തുന്നുണ്ട്. അമേരിക്ക അവിടുന്ന് വളവും മെറ്റലും സ്റ്റീലും മറ്റും ഇറക്കുമതി ചെയ്യുന്നുണ്ട്, ഇലക്ട്രോണിക്സ് ഐറ്റംസും ഒക്കെ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. അത്തരം കണക്ക് പറഞ്ഞ് ഇന്ത്യയെ ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തുന്നവരെ ഇരട്ടത്താപ്പാണെന്നുള്ള രീതിയിൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഒരു മറുപടി ഉണ്ടായി. ഇത്തരത്തിലൊരു മറുപടി വന്നത് ഇനി ഈ അമേരിക്കയുടെ ആയി ബന്ധപ്പെട്ട ഈ വ്യാപാര ഡീൽ ഒരു താമസം ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീതി എല്ലാവരിലും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യ ഇനി റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് വിപണിയുടെ വിലയ്ക്കനുസരിച്ച് ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യാനായിട്ട് കേന്ദ്ര ഗവൺമെന്റ് അനുമതി നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ US പറഞ്ഞതിന് ഘടകവിരുദ്ധമായ കാര്യങ്ങളിലാണ് ഇന്ത്യ ഇടപെടുന്നത്. അപ്പോൾ വ്യാപാര കരാറിന്റെ കാര്യത്തിൽ ഒരു ആശങ്ക പൊതുവെ ഉണ്ടായിട്ടുണ്ട്. ഇതായിരിക്കും ഒരുപക്ഷെ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഒരു സെല്ലിംഗ് പ്രഷർ ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഇപ്പോൾ യൂറോപ്യൻ മാർക്കറ്റുകളെല്ലാം ട്രേഡ് ചെയ്യുന്നത് പോസിറ്റീവിലാണ്. അതുപോലെ ഏഷ്യൻ മാർക്കറ്റ് ക്ലോസ് ചെയ്തതും പോസിറ്റീവിലാണ്. US ഫ്യൂച്ചർ ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത് പോസിറ്റീവിലാണ്. ഇന്ന് US നിന്നുള്ള PMI ഡേറ്റയാണ് വൈകുന്നേരം വരാനുള്ളത്. അപ്പോൾ ഇന്നത്തെ ഇത്തരത്തിൽ യൂറോപ്പിന്റെ ഭാഗത്തു നിന്നും അതുപോലെ USA ഭാഗത്തു നിന്നും ട്രേഡ് ഡീലിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഇത്തരത്തിൽ താരിഫിനെ സംബന്ധിച്ചോ എന്തെങ്കിലും വാർത്തകൾ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ നാളത്തെ മാർക്കറ്റിനെ അത് സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. താങ്ക് യു.